പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഈ വീഡിയോയിലൂടെ ഞെട്ടിക്കുന്ന ഒരു വിവരം പൊതുമണ്ഡലത്തിലേക്കും എൻ്റെ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ശബരിമല പെരുങ്കൊള്ളയിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ശബരിമല പെരുങ്കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്ത ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാളെ അയാൾക്ക് ഈ ശബരിമല പെരുങ്കൊള്ള നടത്തിയ ആളുകളുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു തെളിവ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇപ്പോൾ ശബരിമല പെരുങ്കൊള്ള അതിൻ്റെ വലിയൊരു ഉയർന്ന ഘട്ടത്തിൽ വന്ന് എത്തി നിൽക്കുകയാണ്. ഇന്നോ നാളെയോ ശബരിമല പെരുങ്കൊള്ള കേസിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. ആ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സെപ്റ്റംബർ മുതൽ ഇന്നീ കണ്ട ദിവസം വരെ പിന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഏതാണ്ട് 10 ഇടക്കാല ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്തിട്ടുള്ള കേസാണ്. വി രാജാ വിജയരാഘവനും KS ജയകുമാറും കൂടി ചേർന്ന് KV ജയകുമാറും കൂടി ചേർന്ന് എടുത്തിട്ടുള്ള സ്വമേധയാ എടുത്തിട്ടുള്ള കേസിനെ തുറന്നിട്ടാണ് 10 ഇടക്കാല റിപ്പോർട്ടുകൾ വന്നത്. ആ ഇടക്കാല റിപ്പോർട്ടുകളുടെയൊക്കെ ഭാഗമായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. ആ അന്വേഷണ സംഘത്തിൽ കോടതി തന്നെ കണ്ടെത്തിയ കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാർ നിയമിക്കപ്പെട്ടു. അവരന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ അന്വേഷണം ഏതൊക്കെ നിലയിലേക്ക് പോകണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് പോയത്. ആ പ്രത്യേക അന്വേഷണ സംഘം അവർ നടത്തിയ അറസ്റ്റുകൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ശബരിമല പെരുങ്കൊള്ള കേസിലെ ഏറ്റവും പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്ന അയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ പല ഉദ്യോഗസ്ഥന്മാർ, മുരാരി ബാബു, KS ബൈജു എന്ന് പറഞ്ഞിട്ട് പല ആളുകളെയും ഒക്കെ അവർ അറസ്റ്റ് ചെയ്തു. പിന്നീട് ദേവസ്വം കമ്മീഷനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു. ഇപ്പം ഏറ്റവും അവസാനമായി KP ശങ്കരദാസ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അംഗത്തെ അറസ്റ്റ് ചെയ്തു. അതിനു മുമ്പ് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ PS പ്രശാന്തും ഒക്കെ എത്രയും പെട്ടെന്ന് അറസ്റ്റിലാകപ്പെടാനുള്ള സാധ്യതകളും ഇന്ന് ചർച്ചകളിൽ ഉയർന്ന് വരുന്നുണ്ട്. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. തന്ത്രി എന്തോ ഈ വാജിവാഹനം എന്തോ കൊടിമരം തന്ത്രിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം പുതിയതായിട്ട് ഉയർന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ അവസാനത്തെ സിറ്റിങ്ങിൽ ദേവസ്വം ബെഞ്ച് ഈ SITക്ക് 6 ആഴ്ച കൂടി കാലാവധി നീട്ടിക്കൊടുത്തു. അതിനിടയിൽ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ച് SITക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുകയുണ്ടായി. ആ വിമർശനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ശങ്കരദാസ് എന്ന് പറയുന്നിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ ആ ദേവസ്വം ബോർഡ് മെമ്പറെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നിട്ടും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഈ ശബരിമലയിൽ നടന്ന ഈ പെരുങ്കൊള്ളയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ADGP S ശ്രീജിത്തിന് ഉള്ള പങ്കിനെ കുറിച്ചിട്ട് നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമല പെരുങ്കൊള്ള പുറത്തു വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി DGP ഓഫീസിൽ ADGP S ശ്രീജിത്തിന്റെ മുറിയിൽ ചെന്ന് അയാളെ പൊന്നാട അണിയിക്കുന്ന ഒരു ചിത്രം പുറത്തു വരികയുണ്ടായി. ആ ചിത്രം പുറത്തു വന്നത് മുതലാണ് ADGP ശ്രീജിത്തിന് ഈ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്കിനെ കുറിച്ചിട്ട് ഞാൻ വളരെ വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. അയാൾ ADGP S ശ്രീജിത്തിന് പൊന്നാട അണിയിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്
14/10/2025 തന്നെ ഞാൻ SITക്ക് വിശദമായിട്ടുള്ള ഒരു കത്ത് കൊടുത്തിരുന്നു. ഇവർ തമ്മിൽ ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇവർ തമ്മിൽ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, സാമ്പത്തിക ഇടപാടുകളുണ്ടോ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ശ്രീജിത്ത് കൂടി പങ്കെടുത്ത ഭീമ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള സ്വർണ്ണ കച്ചവടക്കാരൻ പോലീസിന് സംഭാവന ചെയ്ത ഒരു 15 ലക്ഷം രൂപയുടെ ജീപ്പ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകൻ ശ്രീജിത്ത് ആയിരുന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 14/10/2025 ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു. ആ വീഡിയോ ചെയ്തതിന് എന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് ഈ ശ്രീജിത്ത് പോലീസിൽ എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുകയും ഞാൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു. ആ കള്ളക്കേസിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒരു കോടതിയിൽ നിന്ന് അയാളൊരു സെർച്ച് വാറണ്ട് വാങ്ങി. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഇല്ലായിരുന്നപ്പം സെർച്ച് വാറണ്ട് പ്രകാരം വന്നിട്ട് പോലീസ് സെർച്ച് നടത്തിയിട്ട് പോയി. അതൊക്കെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് പോലും ഈ ശ്രീജിത്തിന് ഇതുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ പ്രചരണം ഞാൻ ശക്തമായി തുറന്നു എൻ്റെ വീഡിയോകളിലൂടെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, പൊന്നാട അണിയിച്ചതിനെ ആദരിച്ചതാണ്. 2, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ അടക്കി വാണിരുന്ന സമയത്ത് മുഴുവൻ ശബരിമലയിലെ പ്രത്യേക സ്പെഷ്യൽ ഓഫീസറായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്ന ശ്രീജിത്തായിരുന്നു. അപ്പോൾ ശ്രീജിത്തിൻ്റെ അറിവില്ലാതെ ഇത് നടക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ വാദം. അതിനിടയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്ത ഒരു യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഭീമ ജ്വല്ലേഴ്സിൻ്റെ ഒരു ജീപ്പ് പോലീസിന് കൈമാറുന്ന ഒരു ചടങ്ങായിരുന്നു അത്. ആ ചടങ്ങിൽ ഭീമ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ഉണ്ടായിരുന്നിട്ട് പോലും ആ ചടങ്ങിൽ ആ ജീപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള താക്കോൽ പ്രതീകാത്മകമായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഭീമ ജ്വല്ലേഴ്സിൻ്റെ ഉടമസ്ഥനായിരുന്നില്ല, മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്തടിസ്ഥാനത്തിലാണ് കേരള മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഈ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പിണറായി വിജയൻ താക്കോൽ വാങ്ങിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള വിഷയം പുറത്തു വന്നു. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ഇൻ്റലിജൻസ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത് അറിയിച്ചിട്ടും പങ്കെടുത്തതാണോ എന്നുള്ള ചോദ്യം വന്നു. അവിടെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ പുറത്തു വന്നു. ആ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മഞ്ഞ ജുബയാണ് ഇട്ടിരുന്നത്. ആ ജുബ തന്നെ ഇട്ടുകൊണ്ടാണ് ആ പരിപാടിക്ക് ശേഷം നേരെ ADGP ശ്രീജിത്തിൻ്റെ മുറിയിൽ പോയി അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വന്ന ചർച്ച എന്ന് പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരിലൊക്കെ ഉള്ള സ്വാധീനം ഉയർത്തി കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ചടങ്ങായിരുന്നു ഈ ജീപ്പ് കൈമാറ്റ ചടങ്ങെന്നും ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് അതിൻ്റെ മുഖ്യ സംഘാടകൻ ADGP ശ്രീജിത്ത് ആയിരുന്നുവെന്നും ആ ചടങ്ങ് സംഘടിപ്പിച്ച് കൊടുത്തതിനുള്ള ആദരം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചത് എന്നുള്ള വിവരങ്ങളാണെന്ന് പുറത്തു വന്നത്. കാരണം ഇതുപോലെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടീശ്വരന്മാരിൽ നിന്ന് കോടികൾ വാങ്ങിക്കാമല്ലോ. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ പോലീസ്, ശബരിമലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീജിത്ത്, ഇവരുമായിട്ടൊക്കെ ഉള്ള തൻ്റെ സ്വാധീനം കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ നടപ്പിലാക്കിയതാണ് ഈ പരിപാടി എന്നുള്ളത് കണ്ണുള്ളവർക്കാർക്കും കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി. ഇപ്പോഴും ശ്രീജിത്തിനെ SIT ചോദ്യം ചെയ്തതായിട്ട് വിവരമില്ല. കേൾക്കുന്ന വിവരം ശരിയാണോ എന്നറിയില്ലെങ്കിൽ പോലും SITയെ നയിക്കുന്ന H. വെങ്കടേശ് എന്ന് പറഞ്ഞ ADGP ശ്രീജിത്തിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് SITയിലെ മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടി കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വിവരം കേൾക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്തായാലും ഇന്ന് എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, ശ്രീജിത്ത് എന്ന് പറഞ്ഞ ADGPക്ക് ഈ ശബരിമല പെരുങ്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ള ആഴത്തിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളാണ്. അത് കൃത്യമായി തെളിവായിട്ട് തന്നെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് ശബരിമല ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബിലാണ് നിന്നുള്ള തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ യൂട്യൂബ് അതൊരു യൂട്യൂബ് വീഡിയോ ആണ്. എനിക്ക് ആ വീഡിയോ ആയിട്ട് എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല, കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വയലേഷൻ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ആ വീഡിയോയിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണ് ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്.
ഞാൻ എൻ്റെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരൊന്ന് നോക്കണം. ആ വീഡിയോ യഥാർത്ഥത്തിൽ എടുത്തത് 2025 ജനുവരി 1 ഓർത്തുകൊള്ളണം. 2025 ജനുവരി 1 പറയുമ്പോൾ ശബരിമല പെരുങ്കൊള്ള പുറത്തു വന്നിട്ടില്ല. ശബരിമല പെരുങ്കൊള്ള പുറത്തു വന്നത് 2025 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ്. എന്നാൽ ഈ വീഡിയോ എടുത്തത് ശബരിമല ലൈവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ഈ വീഡിയോ എടുത്തത് 2025 ജനുവരി 1 ആ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ADGP എസ് ശ്രീജിത്ത് IPS ആദരം എന്ന് പറഞ്ഞുകൊണ്ട് ADGP എസ് ശ്രീജിത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ആ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമല ലൈവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലെ ദൃശ്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമ്മളൊന്ന് നോക്കൂ. ആ ദൃശ്യങ്ങളിൽ ശ്രീജിത്തിനെ ആദരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ ആരാണുള്ളതെന്ന് നമ്മൾ നോക്കിയേ. ആ ദൃശ്യത്തിൽ വളരെ കൃത്യമായി ശ്രീജിത്തിനോടൊപ്പം നിൽക്കുന്നത് ആരാണ്? മറ്റാരുമല്ല, ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുപോലെ തന്നെ ശബരിമല ഏതോ ഒരു ശാന്തി, ഒരു മേൽശാന്തിയോ, ശബരിമല ഏതോ ഒരു ശാന്തിയും അവിടെ നിൽപ്പുണ്ട്. താടിയൊക്കെ ഒരു പിന്നെ മുണ്ട് മാത്രം ഉടുത്ത മാലയൊക്കെ ഇട്ട ഒരാൾ കൂടെ നിൽപ്പുണ്ട്. അയാൾ ശബരിമലയിൽ ശാന്തിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രനോടും പോറ്റിയോടുമൊപ്പം ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഷിബു ബേബിജോൺ പുറത്തു കൊണ്ടിരിക്കുകയുണ്ടായി. ആ ഫോട്ടോയിൽ കാണുന്ന അതേ ആൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യാളാണ് അയാൾ എന്നുള്ളത് വളരെ വളരെ വ്യക്തം. അപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഞെട്ടിക്കുന്ന ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സഹകാരിയായിരുന്നു ADGP എസ് ശ്രീജിത്ത് എന്നുള്ളത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ശബരിമല പെരുങ്കൊള്ള നല്ല അനുസ്യൂതം അഭംഗുരം ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീജിത്ത് നിൽക്കുന്ന ഈ വീഡിയോ അന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തെയും നമ്മൾ പിന്നീട് ഓഗസ്റ്റിൽ നടന്ന പിന്നെ പിണറായി വിജയൻ കൂടി പങ്കെടുത്ത, പോറ്റിയും കൂടി പങ്കെടുത്ത, ശ്രീജിത്ത് കൂടി സംഘടിപ്പിച്ച ആ പിന്നെ ബൈക്ക് അല്ല ആ ജീപ്പ് ദാന ചടങ്ങും കൂടെ ചേർത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം സ്വാഭാവികമായി ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദരിക്കുന്നത് ഈ ജീപ്പ് ദാന ചടങ്ങിന് ശേഷമാണെന്നാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ ശ്രീജിത്തിനെ ആദരിച്ചിരിക്കുന്നു. 2025 ജനുവരി 1 ഉള്ള ഈ ആദരിക്കൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് SIT രൂപീകരിച്ചതിന് ശേഷം വേണ്ട 90 ദിവസമാകാൻ പോകുന്നു. ഈ 90 ദിവസത്തിൽ ഇതുവരെയും ശ്രീജിത്തിനെ ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. ഇനി ശ്രീജിത്തിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഈ വീഡിയോയിലൂടെ കൃത്യമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഒട്ടും താമസിക്കാതെ ശ്രീജിത്തിനെ ചോദ്യം ചെയ്യണം. ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തണം എന്നാണ് എനിക്ക് പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോയോടുകൂടി ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിലൂടെ ഇത് പുറത്തു വരുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘം മാത്രമല്ല, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, മാപ്രകൾ കൂടി ഇത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ശ്രീമാൻ എസ് ശ്രീജിത്തിന് ഇതുമായിട്ട് ബന്ധമുള്ള വാർത്തകൾ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അയാളുടെ കയ്യിൽ നിന്ന് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ മേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷമെങ്കിലും ഈ ശബരിമല പെരുങ്കൊള്ളയിൽ ശ്രീജിത്തിനുള്ള ബന്ധം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ, മാപ്രകൾ എന്ന് വിളിക്കുന്ന അവർക്ക് കൂടി ബോധ്യമാകണം എന്നാണ് അവരോട് വിനീതമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.